അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് മഹാന്മാർ പറയുമായിരുന്നു, എങ്ങനെയാണ് അബ്ദുല്ലാഹി മുബാറക് എന്നവർക്ക് ഈ മഹത്വം കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ കാലക്കാരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുഹമ്മദ് മുൻകദിർ തങ്ങൾ അടക്കമുള്ളവർ. ഇവർക്കൊന്നുമില്ലാത്ത മഹത്വം എങ്ങനെ കിട്ടിയ അബ്ദുല്ലാഹി മുബാറക് എന്നവർക്ക് എന്ന് സംശയമുണ്ടായിരുന്നുവെന്ന് മഹാന്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ, ഞങ്ങളൊരു രാത്രിയിൽ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിറങ്ങിയപ്പോൾ രാത്രിയിൽ വിളക്കണഞ്ഞു പോയി. ആ വിളക്ക് കത്തിക്കേണ്ട സമയം ഒരല്പനേരം കഴിഞ്ഞ് വിളക്ക് തുറന്നു നോക്കുമ്പോൾ, വിളക്ക് കത്തിച്ചു നോക്കുമ്പോൾ വെളിച്ചം വന്നപ്പോൾ അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാഹു അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ആ മനുഷ്യനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്നേഹം അല്ലാഹു ഇട്ടുകൊടുത്തത്. കാരണം ഇരുളടഞ്ഞു പോയപ്പോൾ ഖബർ ഓർമ്മ വന്നു അത്രേ. അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾക്ക് ഖബർ ഓർമ്മ വന്നു. ഇരുട്ട് വന്നപ്പോൾ ഖബർ ഓർമ്മ വന്നു. യാ അല്ലാഹ്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, ഖബർ കുഴിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. യാ അല്ലാഹ്, ഖബർ 3 ഖബർ കുഴിച്ചു എന്ന് പറഞ്ഞു, 3 സ്ഥലത്തായിട്ട്, 3 പള്ളിയിലായിട്ട്. യാ അല്ലാഹ്, അതൊക്കെ ഒരു ഒരുക്കമാണ്, അതൊക്കെ ധൈര്യമാണ്. നാട്ടിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ മറവ് ചെയ്താൽ മതി എന്നതിൻ്റെ അർത്ഥം. അതൊക്കെ ഒരു ഭയങ്കര ധൈര്യമല്ലേ? നമുക്ക് ആംബുലൻസ് കാണുമ്പം പേടിയാണ്. ഖബർ കുഴിച്ചു വെച്ചിരിക്കുക, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ. ഇരുൾ വീണപ്പോൾ ഖബർ ഓർമ്മ വന്നു എന്ന് അബ്ദുല്ലാഹി മുബാറക് തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സദാത്യങ്ങൾക്ക് ഉലമാഇന് ഒക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. അവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ആ ഒരു തണൽ ഒരുപാട് കാലം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പാണക്കാട് കുടുംബത്തിൻ്റെ പിന്നെ പല ചർച്ചകളും നടക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഉമർ തങ്ങൾ ഭരിക്കുന്നത് അബൂദർ തങ്ങളെപ്പോലുള്ള പാവങ്ങളെയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് അന്ന് ആളുകൾ ചോദിച്ചു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിങ്ങളെങ്ങനെ ഈ ക്രൂരനായിപ്പോയത്? ഖുലഫാഉർ റാഷിദുകൾ എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു, അവരൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു, നിങ്ങളെങ്ങനെ ക്രൂരനായത്? നിങ്ങൾ കൊല്ലില്ലേ എന്ന് ചോദിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? തബാദറു അതഅമ്മറു ലക്കും, നിങ്ങളൊക്കെ അബൂദറായി തരും, ഞാൻ ഉമറായി തരാം. ഉമർ തങ്ങളുടെ പോരിശ പറയുമ്പോഴേ, ഉമർ തങ്ങൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല ഭരിച്ചത്, നിങ്ങൾക്ക് ഞാനാ സൂട്ടബിള്. ഉമർ തങ്ങൾ ഭരിച്ചത് അബൂദർ തങ്ങളെയാണ്. അപ്പോൾ പൂക്കോയ തങ്ങളെ പോലെയാവോ അവരുടെ താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വലിയ തങ്ങളെ പോലെയാവോ അവർ താഴെയുള്ളവർ, അല്ലെങ്കിൽ അവരെ പോലെയാവോ ശേഷമുള്ളവർ? നമ്മളെങ്ങനെയാണെന്ന് ആദ്യം ആലോചിച്ചാൽ മതി. നമുക്ക് പാകമുള്ള പോലെ അള്ളാഹു തരുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഓര് നന്നാവട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോഴേ നമ്മൾ ഭരണാധികാരികൾ അള്ളാഹു തരും. അള്ളാഹു ഉമ്മത്തിൻ്റെ ഖൈർ ചെയ്യട്ടെ. അൽ ഖൈറു ഫിയ്യ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളത്, ഖിയാമത്ത് നാൾ വരെ എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഖൈറുള്ളത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തഹ്ലു ബൈത്തിൽ ഖൈറാൻ. അതുകൊണ്ട് സിറായി ചെയ്ത അമലുകൾ, ആരാരും അറിയാതെ ചെയ്ത അമലുകൾ, ആ അമലുകളെ കൊണ്ട് പിന്നീട് ഉമ്മത്തിന് ലഭിക്കുന്ന വലിയ വലിയ മാതൃകകൾ, ഇതൊരു തർബിയത്താണ്. ഉലമാഇനെ കണ്ട് തർബിയത്ത് കിട്ടുന്നു, അവരുടെ അമലുകൾ കണ്ട് തർബിയത്ത് ചെയ്യുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ തർജുമയിൽ ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ബയോഗ്രഫി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, മഹാനായ അബൂബക്കർ ബിൻ മുനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചരിത്രം പറയുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ പേരതാണ്, മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. മഹാനവരുടെ നാട് ഉസ്ബെക്കിസ്ഥാനിലാണ്, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ, പണ്ടത്തെ മാവറ അന്നഹർ, സമർഖന്ദിലാണ് എൻ്റെ വിഷമം കൊള്ളുന്നത്. സിയാറത്ത് ചെയ്ത ആൾക്കാരോട് ഉണ്ടാവും, ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. അള്ളാഹുവേ, വലിയ ദീനിന് ഉമ്മത്തിന് അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹ് എന്ന് ഉമ്മത്തിൻ്റെ ഇജ്മാഉള്ള ഗ്രന്ഥമാണത്. അള്ളാഹുവിൻ്റെ
വിശുദ്ധ കലാം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹാൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു സംഭാവന ഉമ്മത്തിന് നൽകിയ മഹാനുഭാവൻ. അള്ളാഹുവരുടെയൊക്കെ കൂടെ ദീനിൻ്റെ ഖാദിമീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മഹാനവറുകൾ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 17 തവണ ഒരു കടന്നൽ വന്ന് കുത്തി. ഹോർനെറ്റ്സ്, HORNET, കടന്നലില്ലേ, തേനീച്ചനെ പോലുള്ള സാധനം. 17 തവണ വന്ന് കുത്തി. ജംബൂർ എന്ന അറബിയിൽ പറയും. ഇമാം ബുഖാരി തങ്ങൾ നിസ്കാരം മുറിച്ചില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശരീരമാസകലം ചമന്നിരിക്കുകയാണ്. 17 സ്ഥലത്ത് കുത്തിയിട്ടുണ്ട്. കടന്നലുകൾ വന്ന് കുത്തിയതാണ്. അവർ ചോദിച്ചു, യാ ഇമാം ഹല്ലാ ഖതഅത സ്വലാഹ്, എന്തേ നിങ്ങൾ നിസ്കാരം മുറിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുൻതു ഫീ ആയ, ഞാൻ അല്ലാഹുവിൻ്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഹബബ്തു അൻ ഉതിമ്മഹാ, ആ ആയത്ത് പൂർണ്ണമായി ഓതണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ നിസ്കാരം ഞാൻ മുറിച്ചില്ല. ആ കടന്നലിൻ്റെ കുത്ത് ഞാനങ്ങ് സഹിച്ചു എന്ന് 17 തവണ കടന്നൽ കുത്തുകയും നിസ്കാരം മുറിക്കാതിരിക്കുകയും ചെയ്തതിന് കാരണം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ കലാം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലാഹുവിൻ്റെ കലാമിൻ്റെ മധുരിമയിൽ ഞാൻ എൻ്റെ നിസ്കാരം മുറിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, ഞാൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. യാ അല്ലാഹ്, ചെറിയൊരു വിഷയം മതി നിസ്കാരത്തിൽ വസ്വാസ് വരാൻ. നിസ്കാരത്തിൽ ഇബ്ലീസ് വരുന്നുണ്ട് എന്നുള്ള വലിയ തെളിവ് എന്താ അറിയോ? നിസ്കാരത്തിൻ്റെ പുറത്ത്, നിസ്കരിക്കാത്തൊരു നേരത്ത് തമാശയായി തോന്നാത്ത ലോ ക്ലാസ് തമാശ നിസ്കാരത്തിൽ ഒരാൾ പറഞ്ഞ ചിരിക്കും, കൂട്ടായിട്ട് ചിരിക്കും. ചിലവർ ജുമുഅയൊക്കെ നടക്കണേ ഏതെങ്കിലും ഒരുത്തം വന്ന് വെറുതെ ഒരു പൊട്ടത്തമാശ പറഞ്ഞാൽ കൂട്ടച്ചിരിയായിരിക്കും. എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ ചിരി വരില്ല, ഇത് മാത്രമൊന്നും അതിലില്ല എന്നറിയും. പക്ഷേ നിസ്കാരത്തിൽ വരുമ്പോൾ മാത്രം ഒരു 3 മിനിറ്റ് അള്ളാഹിനെ പറ്റി ഓർക്കാൻ പറ്റണില്ല, ബാക്കിയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. വലിയ അത്ഭുതമല്ലേ അത്? ഇബ്ലീസ് അവൻ്റെ സാന്നിധ്യം ലഅനത്തുല്ലാഹി അലൈഹി അവിടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഒരു സ്ട്രഗിളാണ് പല ആളുകൾക്കും. അത് അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി ഇബ്നു മുഹമ്മദ് ബിൻ മൻസൂർ തങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര പോയപ്പോൾ ഇമാം ബുഖാരി തങ്ങളുടെ മസ്ജിദിൽ ഞങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഏതോ ഒരാൾ അവരുടെ താടിയിൽ നിന്നൊരു സാധനം, ഒരു കടലാസോ തൂവലോ എന്തോ ഒന്ന് താടിയിൽ നിന്നിങ്ങനെ പറിച്ചിട്ട് താഴെയിടുന്ന പള്ളിയിൽ ഇമാം ബുഖാരി തങ്ങൾ ആ മനുഷ്യൻ്റെ താടിയിൽ നിന്ന് വീണ സാധനം നോക്കുന്നു, കൂടെയുള്ള ആളുകളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരും അത് എടുത്തു കളയുന്നില്ല. എല്ലാവരും പല വഴിക്കും പല ഭാഗത്തേക്ക് നീങ്ങി എന്ന് കണ്ടപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ അതെടുക്കുകയും തൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിലിടുകയും ചെയ്ത് നേരെ പള്ളിക്ക് പുറത്ത് കൊണ്ടുപോയി കളയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ. ഇമാം ബുഖാരി തങ്ങളെപ്പോലെയുള്ളൊരു മഹാനുഭാവൻ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരു ഖാദൂറ, ഒരു മനുഷ്യൻ്റെ താടിയിൽ വെച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തത് അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചുകൂടാ എന്ന വലിയൊരു അദബ് കാണിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനവറുകൾ. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്ന കുട്ടിയായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. 2ാമത്തെ വയസ്സിൽ കാഴ്ച പോയതാണ്. ഉമ്മയുടെ ദുആയാണ്, ഉമ്മയാണ് ദുആ ചെയ്തത്. ആ ഉമ്മാൻ്റെ പേരെന്താന്ന് പോലും ആർക്കും അറിയില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഷാഫി ഇമാം യത്തീമായിരുന്നു. ഷാഫി ഇമാമിൻ്റെ ഉമ്മയാണ് മഹാനവറുകളെ മക്കത്ത് കൊണ്ടുവന്നത്, യമനിൽ കൊണ്ടുപോയി പഠിപ്പിച്ചത്, മദീനത്ത് കൊണ്ടുവന്നത് ഒക്കെ ഉമ്മയാണ്. പക്ഷെ ഉമ്മ അത്ര പ്രശസ്തയല്ല. ഉമ്മയെ പറ്റി അങ്ങനെയൊന്നും കൂടുതലൊന്നും പേര് പോലും അത്ര പെട്ടെന്ന് അറിയില്ല. ചരിത്രം വായിച്ചാലേ അറിയുള്ളൂ. ബുഖാരി ഇമാമിൻ്റെ ഉമ്മ ആരാ ഒന്നും അറിയില്ല. പക്ഷേ ആ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബേ എൻ്റെ കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കണമേ, എൻ്റെ കുഞ്ഞിന് റുദ്ദ അലൈഹി ബസറ, പടച്ചവനെ എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണമേ. ആ ഒരു ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ദുആഇൻ്റെ ഉത്തരമാണ് ഇമാം ബുഖാരി തങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെന്ന് മഹാന്മാർ നോക്കണം. അതൊരു ഉമ്മയാണ്. ഓരോ മഹാത്മാവിൻ്റെ പിന്നിലും ഒരു ഉമ്മയുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും കഷ്ടപ്പെട്ട് അവരെ ഒരുക്കി അയച്ചു കൊടുത്ത് ആ മക്കളുടെ വിദ്യാഭ്യാസം ശരിയാവാൻ വേണ്ടി കൂടെ ഇരുന്ന മദ്രസയുടെയും സ്കൂളിൻ്റെയും പുസ്തകങ്ങൾ, സിലബസ് കൂടെ ഇരുന്ന് ആ മക്കളെ പഠിപ്പിച്ച്, കൂടെ ഇരുത്തി എഴുതിപ്പിച്ച്, ഹോംവർക്ക് ചെയ്യിപ്പിച്ച്, ഹിഫ്ദ് ചെയ്യാനുള്ള സൂറത്ത് ഓതി പഠിപ്പിച്ച് ഉമ്മയാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. മദ്രസയിലോ സ്കൂളിലോ
പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി വീടുകളിലെ ഉമ്മമാർ ചെയ്യുന്നിടത്താണ് കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, ഉമ്മമാർക്ക് മക്കളെ തർബിയത്ത് ചെയ്തതിനുള്ള ഏറ്റവും നല്ല കൂലി അല്ലാഹുമ്മ ജാസി ഉമ്മഹാതിനാ ഖൈറ മാ തുജ്സാ ഉമ്മുൻ അൻ വലദിഹാ. ഒരു ഉമ്മാക്ക് കുട്ടിയെ കൊണ്ട് കിട്ടുന്ന ഉപകാരം എത്രയോ അതിനേക്കാൾ എത്രയോ ഖൈറായത് ഞങ്ങളുടെ ഉമ്മമാർക്ക് അവരുടെ മക്കളെ പോറ്റുന്നത് കൊണ്ട് കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂലും വിശുദ്ധരായ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലും കാണുന്ന നിയമങ്ങളാണ് ഒരു മുസ്ലിമിന് ജീവനോളം വലുത്, അതിനേക്കാളും വലുത്. അല്ലാഹുവിൻ്റെ വചനങ്ങളെയും ഹബീബിൻ്റെ വചനങ്ങളെയും അങ്ങനെയാണ് കാണേണ്ടത്. അതിനർഹിക്കുന്ന ബഹുമാനവും ആദരവും വകവെച്ചു കൊടുക്കണം എന്ന ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാവലാളുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ആവശ്യമായത് അവരുടെ അറിവ് വർദ്ധിക്കാനും അവർക്ക് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനും ദർസ് നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ നാടുകളിൽ. ഈ ഉസ്താദന്നെ ഇപ്പോൾ പുല്ലൂർ ദർസ് നടത്തും. പുല്ലൂർ 80ഓളം കുട്ടികളുണ്ടെന്ന് എൻ്റെ അറിവ്. ഇത്രയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ആ നാട്ടുകാർ? അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? എത്ര സ്നേഹത്തോടു കൂടെയാണ്. എത്ര വലിയ വലിയ ദർസുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ ചെറുതും വലുതുമായ സഹകരണങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയ അമലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകട്ടെ. നമ്മുടെ നിഅമ ഫൗണ്ടേഷൻ്റെ ഈ സ്ഥാപനം ഉയർന്ന വലുതായി വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരങ്ങളായി ദീനിന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതരെ വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.